C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. പിന്നെ നിന്റെ ഉണക്ക ചമ്മന്തിയും തോരൻ തന്നെയല്ലോ. ചമ്മന്തിക്കെന്താ രുചിയില്ല. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. കഴിക്കാൻ അങ്ങോട്ട് വാ. മതി. ഇപ്പൊ ഒരെണ്ണം കോംപ്രമൈസ് ആയതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ വഴക്കിന്റെ പേരിൽ കോടതി കയറല്ലേ? ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. പിന്നെ ഇയാൾക്ക് ഇപ്പൊ തന്നെ കിട്ടും. നീ വേണേ പോ, ഞാൻ വേറെ കെട്ടിക്കോളാം. എന്തോ എന്തോ പറഞ്ഞേ? അങ്ങനെ വല്ല വിചാരവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അന്ന് നിങ്ങളെ വിഷം തന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ പോലും അറിയില്ല. കഴിക്കാൻ അങ്ങോട്ട് വാ കേട്ടോ. അങ്ങേർക്ക് കല്യാണം കഴിക്കണം പോലും. ഞാൻ ചേച്ചി ഒന്ന് വിളിക്കട്ടെ അച്ഛാ? വേണ്ട, ഇപ്പൊ വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാ മതി. അവര് ഇപ്പൊ അമരാവതിയിലെത്തി കാണത്ത്. എന്നാ പിന്നെ വല്ലതും പോയി കഴിക്കാം അല്ലേ? ചെല്ല അമ്മ ചിലപ്പോഴേ നല്ല വിഷം ചേർത്ത് തരും. അയ്യോ അതെ, ബാബിട്ട് വല്ലതും പറയുമ്പോ ആലോചിക്കണായിരുന്നു. ചെന്ന് കിട്ടുന്നത് കയ്യോടെ വാങ്ങിച്ചു. അതെ, മോളൊരു കാര്യം ചെയ്യും. മോൾ കാണുന്നു പറഞ്ഞു വാങ്ങിച്ചിട്ട് അത് അച്ഛനും കൊടുത്താ. അപ്പൊ അതിൽ വിഷം ചേർക്കത്തില്ലല്ലോ. എന്നെ കൊണ്ടങ്ങ് പോയോ? തന്നെത്താൻ അങ്ങ് പോയി കഴിച്ചാ മതി കേട്ടോ. ഇനിയിപ്പോ അവള് ശരിക്കും വിഷം തരുവോ? ശാരദേ, നിന്റെ ചമ്മന്തിയും തോരൻ നല്ലതാ, നല്ല ടേസ്റ്റാ. ചോറ് വിളമ്പിക്കോ. ചക്കര പന്തൽ എന്താവൂ എന്തോ. മായച്ചി, ഇങ്ങി വന്നേ. എന്താടി? ദേ നോക്ക്. ഹിറ്റ്ലറെ ഒന്ന് നിന്നേ. കോടതി പറഞ്ഞിട്ടാ ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പഴയതുപോലെയൊന്നും അല്ല. അർഹിക്കുന്ന പരിഗണനയും റെസ്പെക്റ്റും എനിക്ക് നിങ്ങൾ തരണം. വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ ബഹുമാനിക്കണം. ഭാര്യയുടെ സ്ഥാനം ഭർത്താവിനൊപ്പമാണ് എന്ന പരിഗണന നിങ്ങൾ തന്നേ പറ്റൂ. അല്ലെങ്കിൽ കോടതിക്ക് അത് തെറ്റായി തോന്നും. അപ്പൊ നിനക്ക് തോന്നില്ല? എനിക്ക് എപ്പോഴേ തോന്നി. ഭൗതിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഉത്സവ പറമ്പിൽ കണ്ട പരിചയം പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് വേണം അകത്തേക്ക് കയറാൻ. നിക്ക്, അങ്ങനെ വെറുതെ ഒന്നും പോവാൻ പറ്റില്ല. ആ കൈ ഇങ്ങോട്ട് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.